2025 വിഷുഫലങ്ങൾ പ്രകാരം സംഭവ ബഹുലമാണ് മകയിരം നക്ഷത്രം എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ജ്യോത്സ്യന്മാരും ജ്യോതിഷ പണ്ഡിതരും ഉറ്റുനോക്കുന്ന നക്ഷത്രമാണ് മകയിരം നക്ഷത്രം എന്ന് പറയുന്നത്. 2025 വിഷുഫലങ്ങൾ മകയിരംകാരുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ചില അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് 2025 മകയിരം നക്ഷത്രത്തിന്റെ സമ്പൂർണവും സമഗ്രവും വിശ്വാസയോഗ്യവുമായ പൂർണ്ണ നക്ഷത്ര ഫലമാണ്. മകയിരംകാർക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു മകയിരംകാരനോ മകയിരംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ എളിയ അപേക്ഷയാണ് ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക, ഇതറിഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു റോളർ കോസ്റ്റർ പോലെയുള്ള ജീവിതമായിരിക്കും എന്നുള്ളതാണ്. എന്താണ് റോളർ കോസ്റ്റർ എന്ന് പറയുന്നത്? ഉയർച്ചകളും താഴ്ചകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ചില അത്ഭുതങ്ങളും ചില ആകാംക്ഷകളും ഒക്കെ നിറഞ്ഞ ഒരു കാലമായിരിക്കും മകയിരം നക്ഷത്രത്തിന് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും. പ്രത്യേകിച്ചും മക്കളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചില ശുഭ അനുഭവങ്ങൾ മകയിരംകാർക്ക് നടന്നു കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില സന്തോഷ വാർത്തകൾ സന്താനങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് മകയിരംകാർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ മകയിരംകാരാണ് എന്നുണ്ടെങ്കിൽ ആ മകയിരംകാരിലൂടെ ചില ഭാഗ്യങ്ങൾ മക്കൾക്ക് വന്നു ചേരും. മകയിരംകാരായിട്ടുള്ള വ്യക്തികൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കളുടെ ചില സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മക്കൾക്ക് നടന്നു കിട്ടുന്ന അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ശാരീരികമായിട്ട് ചില വയ്യായ്മകള് അസ്വസ്ഥതകളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചികിത്സ തേടുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളെ ആരോഗ്യവാനാക്കി തീർക്കും. ആയുരാരോഗ്യ സൗഖ്യം വീണ്ടെടുക്കാനും ജീവിതത്തിൽ അതിൻ്റെതായ ഒരു ഉയർച്ച നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ചില അപകടങ്ങളിൽ ചെന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, സാഹസികമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നവർ, ഉയരങ്ങൾ കയറി ജോലി ചെയ്യുന്നവർ, അഗ്നിയും ജലവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരു അധിക ശ്രദ്ധ നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഏർപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാഹസികതയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്ട്രാ ശ്രദ്ധ പുലർത്തണമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം ഒരു അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വരുന്ന ഒരു വർഷക്കാലം. അപ്പോൾ ആ ദോഷമൊക്കെ ഒഴിവായി പോകണം എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. അത് ഒഴിവാക്കാനുള്ള പരിഹാരവും ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരും വിഷമിക്കേണ്ട, അയ്യോ അപകടമാണോ അങ്ങനൊന്നും വിചാരിക്കേണ്ട. പരിഹാരം ഉൾപ്പെടെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അതുപോലെ ഇവർക്ക് ഇവരുടെ അമ്മ വഴി ചില കുടുംബ സ്വത്തുക്കൾ, ചില കുടുംബ സ്വത്ത് വകകൾ അല്ലെങ്കിൽ ചില സ്വത്തുക്കൾക്ക് തുല്യമായിട്ടുള്ള ചില സഹായങ്ങൾ, ഇതൊക്കെ അമ്മ വഴി അല്ലെങ്കിൽ അമ്മയുടെ കുടുംബം വഴി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത്. അപ്പം മകയിരംകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അമ്മ വഴി അല്ലെ അമ്മയുടെ കുടുംബം വഴി അത്തരത്തിൽ ചില സഹായങ്ങളോ സ്വത്തുവകകളോ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട്. പക്ഷേ തൊഴിൽ രംഗത്ത് മകയിരംകാര് തൊഴിലെടുക്കുന്ന സ്ഥലത്ത് ഒരു രീതിയിലും മനസ്സമാധാനം കിട്ടാത്ത ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. എന്നും എന്തെങ്കിലും പ്രശ്നങ്ങളും ഒന്ന് തീരുമ്പോൾ ഒരു മനസ്സമാധാനക്കേടും വല്ലാത്തൊരു സ്ട്രെസ് ഒക്കെ വർദ്ധിക്കുന്ന ഒരവസ്ഥയും, വീട്ടിൽ വന്നാൽ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ, മനപ്രയാസം അല്ലെങ്കിൽ മനസ്സമാധാന കുറവൊക്കെ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും തൊഴിൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇക്കൂട്ടർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് നേട്ടങ്ങളൊന്നും തൊഴിൽ സംബന്ധമായിട്ട് ഉണ്ടാവുന്ന ഒരു
വർഷമല്ല ഈ കൊല്ലം എന്ന് പറയുന്നത്. കഷ്ടപ്പെടാനുള്ളതൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അതിനനുസരിച്ച് തൊഴിൽപരമായിട്ടൊരു നേട്ടം കൊയ്യാൻ സാധിക്കാത്ത ഒരു വർഷം കൂടിയായിരിക്കും ഈ കൊല്ലം. പലതും ആഗ്രഹിച്ചിട്ട്, തൊഴിൽ സംബന്ധമായിട്ട് പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട്, പലതും നേടണമെന്ന് കൊതിച്ചിട്ട്, പല ഉയർച്ചകളും നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് അതൊക്കെ അസ്ഥാനത്തായി പോകുന്ന, അതൊന്നും നടക്കാതെ പോകുന്ന, അല്ലെങ്കിൽ വിചാരിച്ചെടുത്ത് അതൊന്നും കിട്ടാതെ പോകുന്ന ഒരവസ്ഥയും അതുമൂലം ഉണ്ടാകുന്ന ചില മനപ്രയാസങ്ങളും സങ്കടങ്ങളും മനസ്സമാധാനക്കേടും നിരാശയും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിഷമിക്കേണ്ട, ഞാൻ ഇതിനുള്ള പരിഹാരം വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക, ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ചിലവുകൾ, അനാവശ്യ ചിലവുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഈ മാസം എങ്ങനെയെങ്കിലും ഒരു 10 രൂപ മാറ്റിയിടണം എന്ന് കരുതുന്നിടത്ത് 10 രൂപ മാറ്റിയിടണമെന്ന് വിചാരിക്കുമ്പോൾ 20 രൂപയുടെ ചെലവ് വരുന്ന ഒരവസ്ഥ. ഓർക്കാപ്പുറത്ത് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വീണ് ഉടയുക, അല്ലെ എന്തെങ്കിലും ഒന്ന് ഓർക്കാപ്പുറത്ത് നശിച്ചു പോവുക, അതിന്റെ പേരിൽ അധിക ചെലവ് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ, പണം കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ. 10 രൂപ മാറ്റിയിടണമെന്ന് വിചാരിക്കുമ്പം 100 പ്രശ്നങ്ങൾ വന്നതങ്ങ് വിചാരിച്ചെടുത്ത് നിൽക്കാത്തൊരവസ്ഥ, ധനം കയ്യിൽ നിന്ന് ഒഴുകി ചോർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ പൊതുവെ ഈ വർഷം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മകയിരംകാരായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, മകയിരം നക്ഷത്രത്തിൽ ജനിച്ച് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുകൂല സമയം കേട്ടോ. പഠിച്ച് വിദ്യ കൊണ്ട് വിജയം നേടാൻ, പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ ജയിച്ചു വരാൻ, നേട്ടങ്ങൾ കൊയ്യാനായിട്ട്, വിദ്യ കൊണ്ട് വിജയിക്കാൻ, വിദ്യ കൊണ്ട് ഉയർച്ച നേടാനായിട്ടൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം പഠിക്കുന്നവർക്ക് ഈ പഠനത്തിന്, ഉപരിപഠനത്തിന്, പഠനത്തിൽ വിജയം നേടുന്നതിന്, ആഗ്രഹിച്ച വിജയം നേടുന്നതിന് ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വർണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ പണയം വെക്കാനും പണയം വെച്ച് നഷ്ടപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പണയവും കാര്യങ്ങളും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് 100 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊഴിൽ രംഗത്ത് ഒരുപാട് മനസ്സമാധാനക്കേട് ഉണ്ടാവുമെന്ന്. തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ഉപദ്രവം വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരുപാട് ശത്രുക്കളെ കൊണ്ടുള്ള തലവേദനകളും ശത്രുക്കൾ സൃഷ്ടിച്ചു വെക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ വല്ലാതെ മനപ്രയാസപ്പെടുത്താനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ മകയിരംകാര് ഈ മാസം, അതായത് ഈ ഏപ്രിൽ മാസം ആരംഭിക്കും, വിഷുമാസം ആരംഭിക്കുമ്പം ഞാൻ ഈ പറയുന്ന വഴിപാട് 2 ഒന്ന് നിങ്ങൾ ചെയ്യണേ. നിർബന്ധമായിട്ടും വിഷു തുടങ്ങുമ്പം വിഷുവിൻ്റെ ദിവസമോ വിഷുവിൻ്റെ തലേന്നോ അല്ലെ വിഷു തുടങ്ങി ആദ്യ ആഴ്ചയോ ഈ വഴിപാട് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ പോയി ചെയ്യണം കേട്ടോ. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദോഷങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ലയോ, ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. മൊത്തത്തിൽ മകയിരത്തിൽ നോക്കുന്ന സമയത്ത് അത്ര നല്ല ഒരു വിഷുവർഷമല്ല ഈ വരുന്നതെന്ന് പറയുന്നത്. ഒരുപാട് ദോഷങ്ങൾ കാണുന്ന ഒരു വർഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. വീട്ടിനടുത്ത് വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ നാരായണ ഭഗവാന്റെ അവതാര ക്ഷേത്രമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോയി മകയിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറ്റിയാണ് തിരുമേനി ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അതായത് പൂർവ്വനാളുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ അധികം ഗുണങ്ങളാണ് ഈ പ്രാവശ്യം മകയിരം നാളുകാരെ കാത്തിരിക്കുന്നത്. കൂടുതലായും അവരുടെ കർമ്മ മേഖലയിലാണ് അവർക്ക് ഉയർച്ചയുണ്ടാവാൻ പോകുന്നത്. അതായത് അവരേത് ഫീൽഡിലാണോ, ഏത് മേഖലയിലാണോ അവർ ജോലി ചെയ്യുന്നത്, ആ മേഖലയിൽ അവർക്ക് ഒരുപാട് ഉയർച്ചകൾ. ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനും, ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനും, പിന്നെ അവരുടെ കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യാനും ഒക്കെ കഴിയുമെന്നാണ് തിരുമേനി ഇതിലൂടെ പറയുന്നത്. മറ്റനേകം സൗഭാഗ്യങ്ങളും ഈ ഒരു വിഷുനാൾ മുതൽ അടുത്ത വിഷു വരെ അവരെ കാത്തിരിക്കുന്നതായും തിരുമേനി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ നല്ല സമയമാണ് ഇപ്പോഴെന്നാണ് തിരുമേനി ഈ വീഡിയോയിലൂടെ പറയുന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്.